PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യമാണ് സുസ്ഥിര വികസന സൂചിക 2021 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ സൂചികകൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് PSC പരീക്ഷകളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സൂചികകളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഓരോ സൂചികയിലും എത്രയാണ് എന്നുള്ളത് നമ്മൾ ചെറിയ കണക്ഷൻസും കോഡൊക്കെ വെച്ചിട്ടാണ് പഠിപ്പിച്ച് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വെച്ച് നമ്മുടെ നോട്ട്ബുക്ക് എടുക്കുക, നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കണം, ഡെയിലി അത് റിവിഷനും ചെയ്യണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉച്ചയ്ക്ക് 1 മണിക്കുണ്ട്. നിങ്ങൾക്കറിയാലോ, ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ ചെയ്യുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സ് ആണ്. ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട PSC ആവർത്തിച്ച് ചോദിക്കുന്ന ടോപ്പിക്സ് തിരഞ്ഞു പിടിച്ച് നമ്മൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്ക് കരുതാൻ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ 2-3 വീഡിയോസൊക്കെ 3 വീഡിയോസാണ് ഒരു ദിവസം വരുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ടിന് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ആവശ്യമാണ്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും ആരും മറക്കരുത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൂചികകൾ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ലോക സന്തോഷ സൂചിക, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2023. 23യും 22വും ഏറ്റവും അവസാനം ഏതാണോ പബ്ലിഷ് ചെയ്തത് അതും കൂടെ നമ്മൾ പഠിക്കണം. അതിന് തൊട്ട് മുൻപുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ലോക സന്തോഷ സൂചിക, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 126ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ്. ഓക്കെ. അപ്പോൾ നമുക്കിതെങ്ങനെ ഓർത്ത് വയ്ക്കാം എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ലോക സന്തോഷ സൂചികയാണല്ലോ. അപ്പോൾ നമുക്ക് സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരാൾ നമുക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുവാണെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, ഐ ആം ഫൈൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഫൈൻ എന്നുള്ളതിൽ FIN എടുത്ത് നോക്കൂ. നമ്മുടെ ആദ്യത്തെ സ്ഥാനത്തുള്ള രാജ്യം കിട്ടി നമുക്ക്, ഫിൻലാൻഡ് അല്ലേ. സന്തോഷത്തോടെ ഇരിക്കുക മീൻസ് ഫൈൻ ആണ് എന്നാണ് അർത്ഥം. സോ ഫൈനിൽ നിന്ന് നമ്മൾ ഫിൻലാൻഡിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ലോക സന്തോഷ സൂചിക 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ്. 2023 ഫിൻലാൻഡ് ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. എങ്ങനെ കണക്ട് ചെയ്യാം? 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ലേ. അപ്പോൾ ഈ 2023 അവസാനത്തെ 2ഉം 3ഉം കൂടെ നമുക്ക് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ. ആ 6ന്റെ ഇരട്ടിയായ 12 ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് 126. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയെന്ന് ഓർത്താൽ മതി. ഓക്കെ. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ക്ലൂ ഉണ്ട്. 2023 ആണ്. സോ 2 × 3 നമുക്ക് 6 കിട്ടി. 6ന്റെ ഇരട്ടി എടുത്ത് ഇപ്പുറത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 126 കിട്ടി. സോ നമ്മൾ വളരെയധികം ഹാപ്പി ആയെന്ന് ഓർക്കുക. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നുള്ളത് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ലോക സന്തോഷ സൂചികയിൽ 2023 1ാം സ്ഥാനം ഫിൻലൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 126. ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഘടനയാണ് കേട്ടോ. UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ടോട്ടലായിട്ട് 136 രാജ്യങ്ങളാണ് 2023 പട്ടികയിൽ ഉണ്ടായിരുന്നത്. 136 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 126 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 1ാം സ്ഥാനം ഫിൻലൻഡ് ആണ്. 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഡെൻമാർക്കാണ് കേട്ടോ. ഡെൻമാർക്കാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 3ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ലാൻഡ് ആണ്. അപ്പോൾ ഇതൊന്നും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളും ഇന്ത്യയുടെ സ്ഥാനവും കൂടെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. പിന്നെ പബ്ലിഷ് ചെയ്യുന്നത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2022 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈ 126ൻ്റെ കൂടെ ഒന്ന് 10 കൂട്ടിയാൽ മതി,
136 കേട്ടോ. 136 2022 ഇന്ത്യയുടെ സ്ഥാനം. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലൻഡ് ആണ്. ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് തന്നെയാണ് 2022 23. അപ്പോൾ പിന്നെ അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ, സെറ്റ് അല്ലേ? അപ്പം ലോക സന്തോഷ സൂചിക ഒന്നാം സ്ഥാനം 2023 22 ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ്. ഹാപ്പി ആയിരിക്കുമ്പോൾ ഫൈൻ ആണ്. അപ്പോൾ ഫിൻലൻഡ് എന്നുള്ളത് കിട്ടി. ഇന്ത്യയുടെ സ്ഥാനം 2023 2 × 3 6, 6ന്റെ ഇരട്ടി 12 × 126. 2022 അതിൻ്റെ കൂടെ 10 കൂട്ടി 136. ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ 2022 146 രാജ്യങ്ങളുടെ പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലാണ് 136 സ്ഥാനം കേട്ടോ ഇന്ത്യക്ക്. ഓക്കെ, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത സൂചിക വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023 ആണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക എന്ന് പറയും. അപ്പോൾ പ്രസ് അല്ലെങ്കിൽ മാധ്യമം എന്ന് പറയുമ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. നോർവേ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ആദ്യത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 161. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161 ആണ്. എങ്ങനെ നമുക്കിത് കണക്ട് ചെയ്യാം? അപ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയല്ലേ. അപ്പോൾ ഈ മാധ്യമം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പത്രമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ പത്രമൊക്കെ നമ്മൾ ഈ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, കാലത്ത് തന്നെ നമ്മുടെ വഴിയിൽ, അതായത് ഗേറ്റിൻ്റെ ആ ഒരു വഴിയിൽ, ഗേറ്റിലോട്ടുള്ള വഴിയിൽ അല്ലേ, വഴിയിൽ നമ്മൾ പോയി നിൽക്കും അല്ലെ, പത്രം കാത്ത് നമ്മൾ വഴിയിൽ പോയി നിൽക്കും. സോ വേ എന്നുള്ള രീതിയിൽ നോർവേ എന്നുള്ളത് ഫസ്റ്റ് പൊസിഷൻ ഓർക്കുക. ഇന്ത്യയുടെ സ്ഥാനം ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: 132, 123, 157, 161 ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്ഥാനം തന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പത്രമൊക്കെ നമ്മൾ കറക്റ്റ് 6 മണിക്കാണ് പത്രമൊക്കെ നമ്മുടെ വീട്ടിലെത്തുക എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ 161 കണക്ഷൻ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. അപ്പോൾ നമ്മൾ പത്രം വാങ്ങിക്കാനായിട്ട് വഴിയിൽ പോയി നിൽക്കും അല്ലെ, വെയിൽ നിൽക്കുമെന്ന് ഓർക്കുക. എത്ര മണിക്കാണ് നിൽക്കുന്നത്? 6 മണിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 161 എന്നുള്ളത് അവിടെ നിന്നും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ ഇവിടെയും 2 × 3 6 എന്നുള്ളൊരു കണക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിലും 161 നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഈ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിഷ്ഡ് ബൈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് കേട്ടോ. RSF ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, RSF ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 2023 180 രാജ്യങ്ങളുടെ പട്ടികയായിരുന്നു പുറത്തുവിട്ടത്. 180 രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനം നോർവേ ആണെന്ന് പറഞ്ഞു. രണ്ടാം സ്ഥാനത്ത് വന്നത് അയർലൻഡ് ആണ്. അയർലൻഡ് ഇത് പറ്റുന്നവർ പഠിച്ചാൽ മതി. മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഡെൻമാർക്ക് ആണ് കേട്ടോ, ഡെൻമാർക്ക്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനവും ഇന്ത്യയുടെ സ്ഥാനവും എന്തായാലും പഠിച്ചിരിക്കുക. 2ഉം 3ഉം സ്ഥാനം ഓർക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക. ഇനി ഏറ്റവും അവസാനം ഈ 180ാമത്തെ രാജ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നോർത്ത് കൊറിയ ആണ് കേട്ടോ. നോർത്ത് കൊറിയ ആണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം 150 ആയിരുന്നു. 2022 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 150 ആണ്. സോ 2023 നമ്മൾ 6 മണിക്കാണ് പത്രം വാങ്ങിക്കാൻ നിൽക്കുന്നതെങ്കിൽ ഇവിടെ 5 മണിക്കാന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ 2022 ഇന്ത്യയുടെ സ്ഥാനം 150 ആണ്. ഇവിടെ ഒന്നാമത്തെ പൊസിഷനിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നോർവേ ആയിരുന്നു കേട്ടോ. നോർവേ ആയിരുന്നു ഒന്നാമത്തെ പൊസിഷനിൽ ഉണ്ടായിരുന്നത്. 2022 ഒന്നാം സ്ഥാനം നോർവേ ആയിരുന്നു. അപ്പോൾ 2022 23 ഒന്നാം സ്ഥാനം എപ്പോഴും നോർവേ ആണ്. 2023 ഇന്ത്യയുടെ സ്ഥാനം 161. 2 × 3 6 അല്ലെങ്കിൽ 6 മണിക്ക് പത്രം വാങ്ങിക്കാൻ നിൽക്കുന്നത് ഓർക്കുക. 2022 5 മണിക്കെന്ന് ഓർക്കുക. അപ്പോൾ 150 ആണ്, 5 ആണ് അവിടെ വരുന്നത്. 150 ആണ് ഇന്ത്യയുടെ സ്ഥാനം. ഒന്നാം സ്ഥാനം നോർവേ എന്നുള്ളത് കിട്ടിയല്ലോ. അടുത്തത് ആഗോള വിശപ്പ് സൂചിക 2022. ആഗോള വിശപ്പ് സൂചിക 2022 ഏറ്റവും ലാസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആണ് അല്ലേ, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്.
അപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 2022 ഇന്ത്യയുടെ സ്ഥാനം 107 സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 107 സ്ഥാനമാണ്. ഒന്നാമത്തെ പൊസിഷനിൽ ശരിക്കും 17 രാജ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ പൊസിഷനിൽ 17 രാജ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ സ്ഥാനം വരുന്നത് ബെലാറസ് ആണ് കേട്ടോ. ബെലാറസ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒന്നാം സ്ഥാനം ആരെന്ന് പറഞ്ഞ് ബെലാറസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓപ്ഷൻ അങ്ങനെ ഒരു ചോദ്യം വരില്ല. കാരണം 17 രാജ്യങ്ങൾ ഫസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനമാണ് ഇവിടെ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ആഗോള വിശപ്പ് സൂചികയല്ലേ, വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഓർക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കേ 107 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട് അല്ലേ. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ഈ 7 ദിവസവും നമുക്ക് എന്തായാലും എന്തുണ്ടാവും? വിശപ്പുണ്ടായിരിക്കും അല്ലേ. ഒരാഴ്ചയിലെ 7 ദിവസവും നമുക്ക് എന്തുണ്ടാവും? വിശപ്പുണ്ടാവും. അപ്പം അങ്ങനെ 1ഉം 7ഉമായിട്ടൊരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 107 എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ആഗോള വിശപ്പ് സൂചിക 2022 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 107 ഒരാഴ്ചയിൽ 7 ദിവസവും വിശപ്പാന്ന് ഓർത്താൽ മതി. ഇനി ഒന്നാം സ്ഥാനത്ത് 17 രാജ്യങ്ങളാണ്. അവിടെ ഫസ്റ്റ് വരുന്നത് ബെലാറസ് ആണ്. ബെലാറസ് എങ്ങനെ ഓർക്കാം? നമ്മൾ ഈ വിശപ്പൊക്കെ വന്നു കഴിഞ്ഞ് നല്ലോണം ഫുഡൊക്കെ കഴിച്ചാലാണ് നമുക്ക് ബലം വയ്ക്കുക എന്ന് ഓർത്താൽ മതി. ബലം ബെലാറസുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ 121 രാജ്യങ്ങളുടെ പട്ടികയായിരുന്നു. 121 രാജ്യങ്ങളാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ആഗോള വിശപ്പ് സൂചിക പബ്ലിഷ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ വെൽത്ത് ഹങ്കർ ഹെൽപ്പ് അതുപോലെ തന്നെ കൺസേൺ വേൾഡ് വൈഡ് എന്ന് പറയുന്ന 2 സംഘടനകൾ ചേർന്നാണ്. കൺസേൺ വേൾഡ് വൈഡ് കേട്ടോ. വെൽത്ത് ഹങ്കർ ഹെൽപ്പ്, കൺസേൺ വേൾഡ് വൈഡ് എന്ന് പറയുന്ന 2 സംഘടനകൾ ചേർന്നിട്ടാണ് ആഗോള വിശപ്പ് സൂചിക പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലിംഗ സമത്വ സൂചിക 2023. ലിംഗ സമത്വം, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2023 127 ആണ്. ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ്. ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഐസ്ലൻഡ് ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ലിംഗ സമത്വ സൂചികയാണ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ അവിടെ ഈ ജെൻഡേഴ്സ്, അതായത് മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുന്നത് എന്താണ്, കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് സാധാരണ രീതിയിൽ ഇരിക്കുക. പക്ഷെ അവർ ഗ്യാപ്പ് ഇല്ലാതിരിക്കുന്നത് എപ്പോഴായിരിക്കും? ഐസ് അല്ലേ. ഐസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് തണുപ്പുള്ള ഒരു ഏരിയയൊക്കെ ആണെങ്കിൽ, നമ്മൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയും ഇച്ചിരി വിട്ടിരിക്കുക, ഭയങ്കര ചൂടെടുക്കുന്നു എന്ന് പറയും അല്ലേ. അതേസമയം നല്ല ഐസുള്ള സ്ഥലത്താണെങ്കിലോ, നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ അങ്ങനെ പറയില്ല, നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ അങ്ങ് ഇരുന്നോളും അല്ലേ, തണുപ്പുള്ളത് കൊണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അല്ലേ, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐസുള്ള നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ജെൻഡേഴ്സ് തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഇരിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. ഇനി ഇന്ത്യയുടെ സ്ഥാനം 127 ആണ് കേട്ടോ. 127 അതൊന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചേക്കണേ. 127 ആണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. ഇനി 2022 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 135 ആണ്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ. 1, 3, 5 ഇടയിൽ 2 ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ 135, 1, 3, 5 ഒറ്റ സംഖ്യകളുടെ ആ ഒരു രീതിയിൽ നമുക്ക് ഇന്ത്യയുടെ സ്ഥാനം 2022 135 എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഒന്നാം സ്ഥാനത്ത് വരുന്നത് ആരാണ്? ഐസ്ലൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പം ലിംഗ സമത്വ സൂചിക ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഐസ്ലൻഡ് ആണ്. ഐസ്ലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 2022 135, 2023 127 എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ വേൾഡ് എക്കോണമിക് ഫോറം ആണ് കേട്ടോ. ലോക സാമ്പത്തിക ഫോറമാണ്, വേൾഡ് എക്കോണമിക് ഫോറമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. 146 രാജ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ ഐസ്ലൻഡ് എന്ന് പറയുന്നത് 14 വർഷമായിട്ട് ഒന്നാം സ്ഥാനത്ത് ആര് തന്നെയാണ്? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 14 വർഷമായിട്ട് ഐസ്ലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അവിടെ പെർസെൻറ്റേജിലാണ് പറയുക, 91.2% ഐസ്ലൻഡിൻ്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ എന്ന് പറയുന്നത്. 91.2% വരുന്നത്. 14 വർഷമായിട്ട് ഐസ്ലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. ഇനി ഇവിടെ 2023 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ് കേട്ടോ. നോർവേ ആണ് 2ാം സ്ഥാനം.
ദെൻ മൂന്നാം സ്ഥാനത്ത് ആരാന്ന് ചോദിച്ചാൽ അത് ഫിൻലൻഡ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇവിടെ 146 രാജ്യങ്ങളാന്ന് പറഞ്ഞു. 146ാമത്, അതായത് ഏറ്റവും അവസാനത്തെ രാജ്യമായിട്ട് വരുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും അവസാനത്തെ രാജ്യമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2023. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2023 നമ്മുടെ 2023 ആദ്യത്തെ പൊസിഷനിൽ വരുന്നത് USA ആണ് ആദ്യത്തെ പൊസിഷനിൽ വരുന്നത്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 42. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇൻ്റലക്ച്വൽ ആവണം എന്നുണ്ടെങ്കിൽ, നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാവണം എന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിയൊക്കെ കുറച്ച് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പൊസിഷൻ USA എന്നുള്ളത് കണക്ട് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ ബുദ്ധിയൊക്കെ യൂസ് ചെയ്തെങ്കിലാണ് ഇൻ്റലക്ച്വൽ ആവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്യുക USA, ഫസ്റ്റ് പൊസിഷൻ USA ആണ്. ഇനി ഇന്ത്യയുടെ സ്ഥാനം അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരൊക്കെ ഭയങ്കര ഇൻ്റലക്ച്വൽ ആണ്. കാരണം അങ്ങനെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ 4ന്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണെന്നൊക്കെ പറയുക അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. വലിയ കോഡൊന്നും അല്ലാന്നറിയാം, എങ്കിലും ഓപ്ഷൻസ് തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ 4ന്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയും 2 ആണെന്നല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ 4ന്റെ പകുതി ചോദിച്ചാൽ പെട്ടെന്ന് 2 ആണെന്ന് പറയും. അപ്പോൾ 42 ആണ് ഇന്ത്യയുടെ പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിൽ എങ്ങനെയാണ്? USA ആണ് അല്ലേ. ഇൻ്റലക്ച്വൽ ആവണമെങ്കിൽ ബുദ്ധിയൊക്കെ യൂസ് ചെയ്യണം. USA എന്നുള്ളത് ഓർത്തിരിക്കുക 2023. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? US ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ്. US ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇവിടെ രണ്ടാം സ്ഥാനത്ത് ആരാന്ന് ചോദിച്ചാൽ UK ആണ്. മൂന്നാം സ്ഥാനത്ത് ആരാന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. രണ്ടാം സ്ഥാനം UK, മൂന്നാം സ്ഥാനം ഫ്രാൻസ് ആണ്. ഇനി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ 2022 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 43 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 43 ആണ്. ഓക്കെ, അപ്പോൾ 2022 നമുക്ക് അത്രയും അങ്ങ് ഇൻ്റലക്ച്വൽ അല്ല. 43 എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്, 4ന്റെ പകുതി 3 എന്നായിരുന്നു പറഞ്ഞത്. 2023 ആയപ്പോൾ കുറച്ചുകൂടെ ബുദ്ധി വന്നല്ലേ. 42, 4ന്റെ പകുതി 2 ആണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 43 ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് US തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഈസിയാണ് ഓർക്കാൻ. ആദ്യത്തെ പൊസിഷനിൽ US തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ പൊസിഷൻ 80 ആണ്. 80ാമത് പൊസിഷനിലാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർക്കാം? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് അല്ലേ. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 2023 ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സിംഗപ്പൂരാണ്. കേട്ടോ. അപ്പോൾ ഈ പാസ്പോർട്ടൊന്നും ഇല്ലാതെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കടക്കുന്നവർ എങ്ങനെയാണ്? അവർ ഭയങ്കര സിംഗമായിരിക്കും എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഇവിടെ ഹെൻലി എന്നുണ്ട് അല്ലേ. ഈ ഹെന്ന്, അതായത് കോഴിയൊക്കെ സാധാരണ കുറുക്കനാണ് പിടിക്കുക, ഇവിടെ സിംഗമാണ് പിടിക്കുക എന്ന് ഓർക്കുക കേട്ടോ. ഹെന്നിനെ പിടിക്കുന്ന ആരാണ്? സിംഗമാണ്. സോ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഫസ്റ്റ് പൊസിഷൻ സിംഗപ്പൂർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ പൊസിഷൻ 80 ആണ്. എങ്ങനെ കണക്ട് ചെയ്യാം? പാസ്പോർട്ടൊന്നും ഇല്ലാതെ നമ്മൾ വിദേശത്തേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും അല്ലേ. പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും എന്നുള്ള രീതിയിൽ ഓർക്കാം. 8 ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ 57, 56 അല്ലെങ്കിൽ 102, 80 എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരാം. അപ്പോൾ അവിടെ 8 ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാതെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും എന്നോർക്കുക. അപ്പോൾ 80 ആണ് ഇന്ത്യയുടെ പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ സിംഗപ്പൂരാണ്. ഹെൻലി അല്ലേ, അപ്പോൾ ഹെന്നിനെ പിടിക്കുന്ന സിംഗമാണ്. സിംഗപ്പൂരാണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഇനി 2022 87 ആയിരുന്നു കേട്ടോ ഇന്ത്യയുടെ പൊസിഷൻ. 87, അവിടെയും ഒരു 8 ഉണ്ട്. പാസ്പോർട്ട് ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടുമെന്ന് ഓർത്താൽ മതി. ഇനി ഫസ്റ്റ് പൊസിഷനിൽ വന്നത് സിംഗപ്പൂരല്ല, ജപ്പാൻ ആയിരുന്നു. അപ്പോൾ പാസ്പോർട്ട് പോലെ തന്നെ പാൻ കാർഡൊക്കെ ഓർക്കുക കേട്ടോ. പാസ്പോർട്ടും പാൻ കാർഡും ഒക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഫസ്റ്റ് പൊസിഷനിൽ ജപ്പാൻ ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇത് പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ ഡാറ്റ ഫ്രം ദി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ നിന്നുള്ള ഡാറ്റ അനുസരിച്ചിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ നിന്നുള്ള ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 2023 ഫസ്റ്റ് പൊസിഷൻ സിംഗപ്പൂർ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടായിരുന്നത് ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനിയാണ് സെക്കൻഡ് പൊസിഷൻ. തേർഡ് പൊസിഷനിൽ ആരാന്ന് ചോദിച്ചാൽ
സെക്കൻഡ് പൊസിഷനിൽ 3 രാജ്യങ്ങളുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ ജർമ്മനി ഉണ്ട്, അതുപോലെ ഇറ്റലി ഉണ്ട്, സ്പെയിൻ ഉണ്ട്. ഇത് 3 പഠിച്ചു വെച്ചേക്കുക. രണ്ടാമത്തെ പൊസിഷനിൽ ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നിങ്ങനെ 3 രാജ്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സ് കേട്ടോ. എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സ്, പരിസ്ഥിതി പ്രകടന സൂചിക എന്ന് മലയാളത്തിൽ പറയും. പരിസ്ഥിതി പ്രകടന സൂചിക. അപ്പോൾ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് 2022 ആണ്. 2022 പ്രകാരം ഇന്ത്യയുടെ പൊസിഷൻ 180, ഒന്നാമത്തെ പൊസിഷനിൽ ഡെൻമാർക്കുമാണ്. ഇന്ത്യയുടെ പൊസിഷൻ 180, ഒന്നാമത്തെ പൊസിഷനിൽ ഡെൻമാർക്കുമാണ്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും അല്ലേ. നന്നായിട്ട് നമ്മൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഡെൻമാർക്കുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കുട്ടികളൊക്കെ എൻവയോൺമെൻറ്റിലേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് 18 വയസ്സ് തികയണം അല്ലേ. അതിന് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ 18 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് പതുക്കനെ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്കൊക്കെ ഇറങ്ങി അവർ വർക്ക് ചെയ്യാൻ വേണ്ടി പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ നമുക്ക് 18ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. 180 ആണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 180, ഒന്നാമത്തെ സ്ഥാനം ഡെൻമാർക്കിനാണെന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ സ്ഥാനം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളൂ. UK ആണ് രണ്ടാമത്തെ സ്ഥാനം. മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്നത് ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ് കേട്ടോ. ഇനി ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് യെയിൽ ആൻഡ് കൊളംബിയ യൂണിവേഴ്സിറ്റി. ഓക്കെ, രണ്ടും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. യെയിൽ ആൻഡ് കൊളംബിയ യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ഇൻഡെക്സ് UN മാനവ വികസന സൂചിക 2022 റിപ്പോർട്ട് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് പറയുന്നത്. മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2021-22 അതാണ് അവസാനമായിട്ട് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഫസ്റ്റ് പൊസിഷൻ സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 132 ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാം? അതായത് ഇവിടെ നമുക്ക് ഓർക്കാൻ വേണ്ടി ആദ്യത്തെ പൊസിഷനിലല്ലേ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണല്ലേ. അപ്പോൾ ഹ്യൂമനൊക്കെ അത്യാവശ്യം നല്ല ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് വന്നിട്ടുണ്ടെങ്കിലാണ് അവർ നല്ലൊരു സ്വിഫ്റ്റ് കാറും നല്ലൊരു ലാൻഡൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്താൽ മതി. ഹ്യൂമൻ ബീങ്സിന് നല്ല ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവർ സ്വിഫ്റ്റ് കാറും ലാൻഡൊക്കെ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പൊസിഷൻ സ്വിറ്റ്സർലാൻഡ് കൊടുക്കാം. ഇനി ഇന്ത്യയുടെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആകുമ്പോൾ, അതായത് ഹ്യൂമൻ ബീങ്സ് ഡെവലപ്പ് ആകുമ്പോഴാണ് അവർക്ക് 32 പല്ലൊക്കെ വരിക എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. കുഞ്ഞു കുട്ടികളാവുമ്പോൾ നമുക്ക് 32 പല്ലൊന്നും വരില്ല. ഹ്യൂമൻസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് അവർക്ക് 32 പല്ലൊക്കെ വരിക എന്നുള്ള രീതിയിൽ 32ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ 132 ഇന്ത്യയുടെ സ്ഥാനമെന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ. ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇത് പബ്ലിഷ് ചെയ്യുന്നത് UN മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ UNDP ആണ്. എന്താണ് UNDP? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ 191 രാജ്യങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. 191 രാജ്യങ്ങളുടെ പട്ടികയാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പൊസിഷൻ സ്വിറ്റ്സർലാൻഡ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത് നോർവേ ആണ്. അതുപോലെ തേർഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത് ഐസ്ലൻഡ് ആണ് തേർഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനം 191ാമത് പൊസിഷനിൽ വന്നിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ സൗത്ത് സുഡാനാണ്. 191ാമത് പൊസിഷനിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഫസ്റ്റിലെ 5 പൊസിഷനിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം ഉൾപ്പെടുന്നത് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ആദ്യത്തെ 5 പൊസിഷനിലുള്ളവർ വന്നിട്ടുണ്ടാകുക. ഇനി നമ്മുടെ ഇന്ത്യ 132ാം സ്ഥാനത്താണ്. ഇന്ത്യ ഉൾപ്പെടുന്ന വിഭാഗം കാറ്റഗറി ഏതെന്ന് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടുന്ന കാറ്റഗറി മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇന്ത്യ ഉൾപ്പെടുന്ന കാറ്റഗറി ഏതാണ്? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ആദ്യത്തെ 5 പൊസിഷനിലുള്ളവർ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തത് സുസ്ഥിര വികസന സൂചിക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2022
എന്താണ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 121 കേട്ടോ. ഒന്നാമത്തെ സ്ഥാനം ഫിൻലൻഡിനാണ്. ഒന്നാമത്തെ സ്ഥാനം ആർക്കാണ്? ഫിൻലൻഡിനാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം? സുസ്ഥിര വികസന സൂചികയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓർക്കാം, 121 എന്നും പറയുമ്പോൾ ഈ 121 ഈ 2 എടുത്തേ 11 അല്ലേ. അപ്പോൾ 11ന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? 121 എന്ന് പറയുന്നത് അല്ലേ. 11ന്റെ സ്ക്വയർ ആണ് 121. അപ്പോൾ 11ന്റെ സ്ഥിരമായിട്ടുള്ള സ്ക്വയർ എന്ന് പറയുന്നത് 121 അല്ലേ. അവിടെ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ സ്ഥിരമായിട്ട് 11ന്റെ സ്ക്വയർ തന്നെയാണ് 121. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം സ്ഥിരം 121 എന്നുള്ള രീതിയിലൊക്കെ ഇന്ത്യയുടെ സ്ഥാനം 121 എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഒന്നാമത്തെ പൊസിഷനിൽ ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് അത്യാവശ്യം നമ്മുടെ ലൈഫിലൊക്കെ ചില ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫൈൻ ആവുക അല്ലേ. ഫൈനൊക്കെ ആയി കുറച്ച് ലാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നമ്മളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡെവലപ്പ് ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ നന്നായി ഡെവലപ്പ് ആകുമ്പോഴാണ് നല്ല ഫൈനായി നമ്മൾ ലാൻഡൊക്കെ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ ഫിൻലാൻഡ് ഒന്ന് ഓർത്തിരിക്കുക. സുസ്ഥിര വികസന സൂചിക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ പൊസിഷൻ 40 ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡ് എങ്ങനെ ഓർക്കാം? ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 22 എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 4 കിട്ടും അല്ലേ. പക്ഷേ ഈ 2022 എന്ന് പറയുന്നത് ഒരുപാട് സൂചികയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഇന്നോവേഷൻ ഇൻഡെക്സിൻ്റെ ആണെന്ന് എങ്ങനെ നമുക്ക് ഓർക്കാം? ഇവിടെ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇന്നോവ എന്നുള്ള രീതിയിൽ എടുക്കാം. ഇന്നോവ എന്ന് പറയുന്ന ഒരു വണ്ടിയാണെന്ന് ഓർക്കാം. അപ്പോൾ അതിന് എത്ര ചക്രമുണ്ട്? 4 ചക്രമുണ്ട്. ചക്രം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നോവയ്ക്ക് 4 വട്ടത്തിലുള്ള ചക്രം ഉണ്ടെന്ന് ഓർത്താൽ മതി. ഇന്നോവയ്ക്ക് 4 വട്ടത്തിലുള്ള ചക്രമുണ്ട്. സോ 40 എന്നുള്ളതാണ് ഇന്ത്യയുടെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ പൊസിഷൻ 40. ഇനി ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ ഇന്നോവ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാറും കൂടെ ഓർക്കുക കേട്ടോ. ഇന്നോവ സ്വിഫ്റ്റും കൂടെ ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ആരാണ്? സ്വിറ്റ്സർലൻഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതാണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ പൊസിഷൻ 67 ആണ്. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സ്വീഡൻ ആണ്. സ്വീഡൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇവിടെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് അല്ലേ. അപ്പോൾ ചില പിള്ളേരുണ്ടല്ലോ എനർജി ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത്, ചില പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടല്ലോ എനർജി നന്നായിട്ട് കൂടുന്ന സമയത്ത് ഈ സ്വീഡൻ എന്നുള്ളത് വീടുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എനർജി ഭയങ്കരമായിട്ട് പിള്ളേർക്ക് കൂടുന്ന സമയത്ത് ഇവർ ഈ വീട്ടിലൊന്നും കയറാതെ, അല്ലെങ്കിൽ വീട്ടിൽ പറയാത്ത എന്ത് ചെയ്യും? ഇവർ ആറിൽ കുളിക്കാൻ പോകും അല്ലെ. ആറെന്ന് പറഞ്ഞാൽ എന്താ? പുഴ എന്നുള്ള ഒരർത്ഥത്തിലാണ്. അപ്പോൾ എനർജി ഭയങ്കരമായിട്ട് കൂടുമ്പോൾ വീട്ടിലൊന്നും പറയാതെ ആറിൽ കുളിക്കാൻ പോകും. പിന്നെ എന്ത് സംഭവിക്കും? വെള്ളത്തിൽപ്പെട്ട് മരിച്ചു പോകും അല്ലേ. അപ്പോൾ 6 പോയി കുളിച്ച് ലാസ്റ്റ് അവരുടെ 7 നടത്തേണ്ട അവസ്ഥയാവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുവാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ് 2023. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയാൻ വേണ്ടി 67 ആണ് അല്ലേ. ഫസ്റ്റ് പൊസിഷൻ സ്വീഡൻ ആണ്. അപ്പോൾ എനർജി കൂടുമ്പോൾ സ്വീഡൻ എന്ന് കിട്ടാൻ വേണ്ടി വീട്ടിലൊന്നും പറയാതെ പിള്ളേർ എന്ത് ചെയ്യും? 6 കുളിക്കാൻ പോകും. പിന്നെ അവരുടെ 7 നടത്തേണ്ടി വരും. അപ്പോൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ പൊസിഷൻ 67 ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ 2023. ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ 2023 ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇന്ത്യയുടെ പൊസിഷൻ 4 ആണ്. ടോപ്പ് 3 വരുന്നത് ആരൊക്കെയാണ്? USA, ചൈന, റഷ്യ ആണ് ടോപ്പ് 3 വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓർക്കാൻ വേണ്ടി ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ ആണ്. ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചറിൽ ഇന്ത്യയുടെ പൊസിഷൻ. അപ്പോൾ ഈ മിലിറ്ററിക്കാരൊക്കെ നമ്മളിപ്പോൾ സാധാരണ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളത് ബാധിക്കും അല്ലേ. പക്ഷേ ഈ മിലിറ്ററിക്കാരൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് പവർ ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ധാരണ അല്ലേ. അപ്പോൾ മിലിറ്ററി മാൻസൊക്കെ എങ്ങനെ വീണാലും അവർ 4 കാലിലേ വീഴുള്ളൂ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, മിലിറ്ററിക്കാരൊക്കെ എങ്ങനെ വീണാലും അവർ 4 കാലിലേ വീഴുള്ളൂ. അപ്പോൾ 4 എന്നുമായിട്ട് കണക്ട് ചെയ്യാം. ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ 2023 ഇന്ത്യയുടെ പൊസിഷൻ 4 ആണ്. ആദ്യത്തെ 3 പൊസിഷനിലുള്ളത് USA, ചൈന, റഷ്യ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ. ജനസംഖ്യയുടെ കാര്യത്തിൽ 2023 ഫസ്റ്റ് പൊസിഷൻ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയാണ്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ആരാ? ചൈനയാണ്.
തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? USA ആണ്. എങ്ങനെ ഓർത്താൽ മതി? ICU അല്ലേ? ഒരുപാട് ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അപകടമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്താണ് ICUലൊക്കെ കിടക്കേണ്ടി വരും എന്നുള്ള രീതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കലോത്സവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചതൊക്കെ നമുക്കറിയാലോ, സംഭവമൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ് അല്ലേ, തിരക്ക് കാരണമൊക്കെ. അപ്പോൾ ജനസംഖ്യ ഒരുപാട് എന്താണ് ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ICUയിൽ കയറേണ്ടി വരും അല്ലേ. അപ്പോൾ ICU എന്ന് ഓർത്താൽ മതി. ഇന്ത്യയുടെ ആദ്യത്തെ പൊസിഷൻ ഇന്ത്യ, രണ്ടാമത്തെ പൊസിഷൻ ചൈന, മൂന്നാമത്തെ പൊസിഷൻ USA എന്നുള്ള രീതിയിൽ ICU എന്നുള്ള രീതിക്ക് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വേൾഡ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇവിടെ പറയാത്ത ഒന്ന് രണ്ട് ഇൻഡെക്സ് ഉണ്ട്, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. ഒന്ന് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ്. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് കേട്ടോ. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 38 ആണ്. 38. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരാണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ 38 ആണ്. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സിംഗപ്പൂരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്ന രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും ലിബിയയുമാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാനും ലിബിയയും 139 രാജ്യങ്ങളാണ് ടോട്ടലായിട്ട് വരുന്നത്. അതിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് അഫ്ഗാനിസ്ഥാനും ലിബിയയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ പൊസിഷൻ 38, ആദ്യത്തെ പൊസിഷനിൽ വരുന്നത് സിംഗപ്പൂർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു ഇൻഡെക്സ് ആണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് കേട്ടോ. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്, അതായത് അഴിമതി അവബോധ സൂചികയാണ് പറയുന്നത്. അഴിമതി അവബോധ സൂചിക കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ 2022 ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. ദെൻ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 85 ആണ്. 85ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഫസ്റ്റ് പൊസിഷൻ ഡെൻമാർക്കും ഇന്ത്യയുടെ പൊസിഷൻ 85 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പൊസിഷൻ ഓർക്കാൻ വേണ്ടി ഈ കറപ്ഷനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മാർക്കൊക്കെ അല്ലേ, കറപ്ഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ മാർക്കൊക്കെ ഇടുക എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് പൊസിഷൻ ഡെൻമാർക്ക്, ഇന്ത്യയുടെ പൊസിഷൻ 85 ആണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ഈ ഒരു കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ബൈ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണ് കേട്ടോ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ 180 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് പൊസിഷനിൽ വന്നത് സൊമാലിയ. 180ാമത് പൊസിഷനിൽ വന്നത് ആരാണ്? സൊമാലിയ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ 2021 കാര്യം ചോദിക്കുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ 85 തന്നെയായിരുന്നു. ഫസ്റ്റ് പൊസിഷൻ ഡെൻമാർക്ക് തന്നെയായിരുന്നു. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. അടുത്തത് അതുപോലെ മറ്റൊരു സൂചികയാണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. അപ്പോൾ ഇവിടെ അതായത് എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാന പ്രകടന സൂചികയാണ് പറയുന്നത്. അപ്പോൾ അതിൽ 2023 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 8ാമത്തെ പൊസിഷനിലാണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ കാലാവസ്ഥ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ പൊസിഷൻ 2023 8ാമത് പൊസിഷനാണ് വരുന്നത്. 8ാമത് പൊസിഷൻ. അപ്പോൾ ഇത് ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുന്ന പൊസിഷൻ ഇല്ല. ആദ്യം വരുന്നത് 4th പൊസിഷനിലാണ്. 4th പൊസിഷൻ വരുന്നത് ഡെൻമാർക്കാണ്. 4th പൊസിഷനിൽ വരുന്നത് ആരാണ്? ഡെൻമാർക്ക്. 1, 2, 3 സ്ഥാനമൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. 1, 2, 3 സ്ഥാനത്ത് ആരും വരുന്നില്ല. 4th സ്ഥാനത്ത് ഡെൻമാർക്കാണ്. 8ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ജർമ്മൻ വാച്ച് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 8 കിട്ടാൻ വേണ്ടി ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2, 3 കൂടിയിട്ടൊന്ന് ഒരു സംഖ്യ വെച്ച് കണക്ട് ചെയ്ത് നോക്കിക്കേ. 3 × 2 എത്രയാ? 6. 6ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 8 അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസിൽ 8ാമത്തെ പൊസിഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക അഥവാ ഇൻഡെക്സ് ഓഫ് എക്കോണമിക് ഫ്രീഡം.
സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ 2023 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 131 സ്ഥാനമാണ്. 131. ഫസ്റ്റ് പൊസിഷനിൽ വന്നത് സിംഗപ്പൂരാണ്. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 131 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിലാണ് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക എന്ന് പറയുന്ന പബ്ലിഷ് ചെയ്യുന്നത് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആണ്. ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക പബ്ലിഷ് ചെയ്യുന്നത് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സും സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ആഗോള മത്സരക്ഷമത സൂചിക, അതായത് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് കേട്ടോ. ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് കേട്ടോ. ആഗോള മത്സരക്ഷമത സൂചിക എന്നാണ് പറയുക. അവിടെ 2023 ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. അപ്പോൾ നമുക്കറിയാം ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ അല്ലേ നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങിക്കണം എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് പൊസിഷൻ ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 40 കേട്ടോ. ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്? 40. അപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, 40 ഔട്ട് ഓഫ് 40 എന്നുള്ള രീതിയിലോ എങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് ആഗോള മത്സരക്ഷമത സൂചികയിൽ ഇന്ത്യയുടെ പൊസിഷൻ 40, ആദ്യത്തെ പൊസിഷനിൽ വരുന്നത് ഡെൻമാർക്കുമാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ ടോട്ടലായിട്ട് 64 രാജ്യങ്ങളാണ് വരുന്നത്. 64 രാജ്യങ്ങൾ. 64ാമത് രാജ്യമായിട്ട് വരുന്നത് വെനിസ്വേലയാണ് കേട്ടോ. വെനിസ്വേല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സൂചികകൾ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂചികയിലും ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. കുറേ പറ്റുന്നതിനൊക്കെ നമ്മൾ കണക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തത് നിങ്ങൾ ഒരു പേപ്പറിലോ എന്തെങ്കിലും എഴുതി ഒട്ടിച്ച് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് തന്നെ പഠിക്കണം. കാരണം PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 1 മാർക്ക് ചോദ്യം നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്